ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ പ്രത്യാശയോട് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. നാവിൽ നെഗറ്റീവ് ഒന്നും പറയണ്ട. എനിക്കിനി എന്ത് ഭാഗ്യം, എനിക്ക് എൻ്റെ മക്കൾക്കും ഭാഗ്യമില്ല, അങ്ങനെ ഒന്നും പറയണ്ട കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ മകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിൻ്റെ പുറകെ സർവ്വ നന്മയും പിമ്പടിയാണ്. ഞാൻ യേശുവിൻ്റെ പ്രിയപ്പെട്ട മകളാണ്, ഇതാണ് എൻ്റെ ഭാഗ്യം. എനിക്ക് വേണ്ടി ലോകം സൃഷ്ടിച്ചേക്കണം, സകലതും എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചേക്കണം. ഇതാ ഞാൻ എപ്പോഴും ചിന്തിക്കണം കേട്ടോ. ഞാൻ ഓർക്കും, എൻ്റെ ദൈവം ലോകം അപ്പടി ഞാൻ കാണണ്ടേ, ടൂറ് പോകണ്ടേ, എനിക്ക് കാണാൻ വേണ്ടിയല്ലേ യേശുബ്രാൻ ഇത് മനോഹരമായി സൃഷ്ടിച്ചേക്കണേ, അപ്പം എനിക്ക് പോകണ്ടേ, ഇങ്ങനെയൊക്കെ ഞാനിത് ചിന്തിക്കും. ഞാൻ എപ്പോഴും ഓർക്കാം, നമ്മളെ രാജാതിരാജൻ യേശുവിൻ്റെ മോളാണ്, നമ്മൾ രാജകുമാരിമാരാണ്. നമുക്ക് കണ്ണീരും നെടുവീർപ്പും ഇതൊന്നുമില്ല, നമ്മൾ ചെകുത്താൻ്റെ മക്കളല്ല. അവർക്ക് അതൊക്കെ, നമുക്ക് എപ്പോഴും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും മാത്രമേ ഉള്ളൂ. ആമേൻ, സ്തോത്രം. സങ്കീർത്തനം പറയുകയാണ് 37:7, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. ഇതാ ദൈവം പറയണേ. പണ്ടൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞാൽ ലിസ്റ്റ് തീയില്ല, പരാതിക്കെട്ട്. ഇപ്പം ഞാനൊന്നും പറയാറില്ല. നന്മയല്ലാണ്ട് ദൈവം തരില്ല. ദൈവത്തിനെ ആശ്രയിക്കുന്നത് നന്മയുണ്ടാവുള്ളൂ. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നതിനെയും കുറിച്ച് നീ മുഷിയരുത്. നമ്മുടെ കൂടെ നടന്നിട്ട് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരായിട്ട് പറയുന്നതും നമുക്കിട്ട് ഉപദ്രവം ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് ഓർച്ച് നീ മുഷിയേണ്ടെന്ന ബൈബിള് പറയണേ. അപ്പോൾ പിന്നെ നമ്മൾ മുഷിയേണ്ട. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. അവരോടുള്ള ദേഷ്യം കാരണം എരിഞ്ഞ് ഇച്ചിരി മുമ്പ് ഞാനിങ്ങനെ ഒരാളെ പറ്റി ഓർത്ത് ഇങ്ങനെ അസ്വസ്ഥ വരും. ഓർത്തോട്ടെ, ഇത് എന്നോടിപ്പോൾ ദൈവം സംസാരിച്ച എൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവം നമുക്കടെ ഹൃദയം കണ്ട അനുഗ്രഹിക്കുന്നവൻ. അപ്പോൾ ഹൃദയത്തിൽ കോപം വേണ്ട, ക്രോധം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. മുഷിഞ്ഞു പോകരുത്. അത് ദോഷത്തിന് ഹേതുവാകുകയേ ഉള്ളൂ. അത് നമുക്കടെ ആരോഗ്യത്തിന് കഷ്ടപ്പാടാണ്. നമ്മൾ ദേഷ്യപ്പെട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവന് ഇങ്ങനെയൊക്കെ കാര്യമില്ല. അതൊന്നും വേണ്ട. ദൈവം പറയണ കേൾക്കുക. അപ്പോൾ അങ്ങനെ കേട്ട് അനുസരിക്കുന്ന ദൈവജനായിട്ട് നമ്മളെല്ലാം മാറട്ടെ. അപ്പോൾ ഗീവ് അവേയുടെ കാര്യം പറയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് കളക്ഷനിൽ നിന്ന് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും. 1000 രൂപയുടെ ഇഷ്ടമുള്ളത് എടുക്കാം. എല്ലാത്തിൽ നിന്നും തിരഞ്ഞെടുക്കും കേട്ടോ. അതുകൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതുപോലെ തന്നെ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഡയമണ്ട് റിംഗ് ഉണ്ട്. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയ്യണേ. രേവതി വെഡ്ഡിങ് കളക്ഷൻ അല്ല, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പം പിന്നെ അവിടെ നിന്ന് ക്യാഷ് പർച്ചേസിന് 25,000 ഒരു കോയിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി വെറൈറ്റി. ഞാനിങ്ങനെ എക്സിബിഷൻ്റെ അടുത്ത ദിവസം വളകളുടെ ഒരു വലിയ ശേഖരം തന്നെ അയച്ചോന്നറിയാൻ പാടില്ല. ഇങ്ങനെ എക്സിബിഷൻ 3-4 മാസം മുമ്പ് പോയതൊക്കെ ഇപ്പോഴാണ് വന്നെ എന്ന് ഓർത്തൊക്കെ ഉണ്ടാക്കി പറക്കിയൊക്കെ. അപ്പോൾ നമ്മളത് കാണിക്കും. പിന്നെ നല്ല അതിമനോഹരമായ 2 സ്കീമുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങളതൊക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കാനുള്ള പെട്ടെന്ന് വീഡിയോ അടിക്കാമെന്ന്. ഞാൻ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫാഷയായിപ്പോയി. ഇങ്ങനെ ഫുൾക്കാരി കോട്ടൺ ആട്ടോ. നല്ലൊരു എംബ്രോയ്ഡറി ഇതിൻ്റെ ഫ്രണ്ട് പീസിലുണ്ട്. ബാക്ക് പീസും ഫുൾക്കാരി തന്നെയാട്ടോ, പ്ലെയിൻ ഒന്നുമല്ല. നല്ലൊരു സെറ്റാട്ടോ. നമുക്കൊരു ഡീസൻറ്റ് ലുക്കൊക്കെ തോന്നണമായിരുന്നു. നല്ല എൻ്റെ ഷോൾ കണ്ടോട്ടോ, അടിപൊളി. അടിപൊളി ഒരു കോട്ടൺ. ഇതിൻ്റെ അകമ്പുറമൊക്കെ ഏതാ അകമ്പുറം? ഇതല്ലേ നല്ലത്, നല്ല വശം. അകമ്പുറം കണ്ടാൽ പോലും പറയാൻ പാടില്ലാത്ത പോലെ. ഇതാണോ നല്ലത്? ലേസ് പിടിപ്പിച്ചേക്കണം നോക്കിയാൽ മതി. ഏത്? ഇത് അത്ര ഫിനിഷിങ്ങിലാട്ടോ എൻ്റെ എംബ്രോയ്ഡറി. ബോട്ടം നല്ലൊരു ക്രോസ് സ്റ്റിച്ചിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ബോട്ടം സ്ലബ് കോട്ടൺ ആണ്. ഇത് 1599 ആണ്. നമുക്കൊന്നാമത് ഈ ബേജ് കളർ ഇടുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഭംഗിയാട്ടോ, നല്ല രസമുള്ളതാണ്. ഞാൻ പണ്ട് ഇങ്ങനെ ഇതിന് ഞാൻ വേറൊരു പേരാണെന്നല്ലോ പറഞ്ഞ, ബേജ് കളർന്നല്ല അന്ന് പണ്ട് പറഞ്ഞു, ചിക്കു കളർ. അത് ഞാൻ നിർത്തിയാണെന്ന് പറയട്ടെ. ഞാൻ എപ്പോഴും എവിടെ ചെല്ലുമ്പോഴും ചിക്കു കളർ. പിന്നെ ആ ചെറുക്കന്മാരെന്നെ ചിക്കു ചേച്ചിന്ന്, ചിക്കു ചേച്ചീന്ന് പേരോടത്ത് എൻ്റെ അവസാനം ചിക്കു ചേച്ചീന്നൊക്കെ പേര്. എവിടെ ചെന്നാലും എന്തിനും എനിക്ക് സാരിയാലും ചിക്കു കളർ ഉണ്ടോയെന്ന് ചോദിക്കും. അത് എവിടെ നിന്ന് എനിക്ക് ഭാഷ കിട്ടിയെന്ന് പറയാം. ഇതിന് ചിക്കുവിൻ്റെ കളറല്ലോ. ചിക്കുവിൻ്റെ കളർ ഇച്ചിരൂടെ ഇങ്ങനെ അല്ലേ, നമ്മുടെ ഈ ദൂട്ടിന് പറയണല്ലേ, സപ്പോർട്ടയ്ക്കല്ലേ ഇങ്ങനെ ചിക്കു. അതെ, അതിൻ്റെ കളർ ഇതല്ലല്ലോ, ഇത് ഡാർക്കല്ലേ. അപ്പം ഞാൻ എവിടെ നിന്ന് എനിക്ക്
എനിക്ക് ആ പേര് കിട്ടിയതെന്ന് പറയാൻ പാടില്ല, ഓരോന്നും ഇങ്ങനെ കിട്ടും. അപ്പോൾ അടിപൊളി കളർ കോമ്പിനേഷനാണ് ഇത്. ഗ്രാൻഡാട്ടോ, നല്ലൊരു ഫങ്ഷൻ വെയറാണ്. നമുക്കൊരു മാമോദീസ, കയറി താമസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് ഇതാണ്. അല്ലാണ്ട് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അതാണ് അതിൻ്റെ ഗുണം. നല്ല ഫുൾ എംബ്രോയ്ഡറി, ടോപ്പിൻ്റെ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ആ ഷോളും നല്ല രസമുള്ളൊരു ഷോൾ കേട്ടോ. ഒരു വശം അകപ്പടി എംബ്രോയ്ഡറി ആട്ടോ, അകപ്പടി എംബ്രോയ്ഡറിയാണ്. ഗ്രാൻഡ് ഷോൾ. ഇതിന് ബേജ് കളർ മാറ്റി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പാൻറ്. നല്ല സെറ്റുകൾ, കുറേ കളേഴ്സ് ഉണ്ട്. നല്ല സെറ്റാണ്, പെട്ടെന്ന് എടുത്തോ. അപ്പോൾ ഇന്ന് ഒത്തിരി വെറൈറ്റി സെറ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, കോട്ടയിൽ പ്യുവർ നല്ല കോട്ടയെ ഫുൾ പ്രിൻ്റ് ഇങ്ങനെ. എന്നിട്ട് നല്ല ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മടക്കേക്കണതിൻ്റെ പ്രോബ്ലം കേട്ടോ. ഉള്ളിൽ ലക്നൗ വർക്ക് പാനലായിട്ട് ഇങ്ങനെ നടുക്കേക്കടി. നല്ലൊരു കോട്ട കേട്ടോ. നല്ല രസം. ഇപ്പോഴാണ് ഞങ്ങളിതൊക്കെ വിടത്തണം. ഇത് ബോട്ടം സോഫ്റ്റ് സിൽക്ക് ബോട്ടം 1390 ഉള്ളൂ കേട്ടോ. 1390. ഇത് പെട്ടെന്ന് തീരൂട്ടോ. ഈ വേനക്ക് കനം കുറവ്. ഇത്രയും നല്ല 1390ക്ക് നല്ല സൂപ്പർ ഒരു കോട്ടാ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ കോട്ടൺ സാരി, കോട്ടാ സെറ്റ് ഇങ്ങനത്തെ ഒരു കാലത്ത് ഫാഷൻ പോവില്ല. അപ്പോൾ നമുക്ക് ഫാഷൻ്റെ കുറവ് അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്ത് നല്ല സെറ്റുകളും. ഞാൻ കോട്ടാ പ്രേമിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. എനിക്ക് കോട്ടനേക്കാളും എനിക്കിഷ്ടം കോട്ടയാണ്. പക്ഷെ ഇപ്പം ഇങ്ങനെ കോട്ടന് ഒത്തിരി പേര് ചൂടുകാരൻ എടുക്കേണ്ട. കോട്ടൻ്റെ കുടുംബത്തിൽ ജനിച്ചാട്ടോ കോട്ട. കോട്ടയും കോട്ടനൊക്കെ വല്യപ്പനും കൊച്ചപ്പനും ഒക്കെ ആയിട്ട് വരുവേ. നല്ല സൂപ്പർ സംഭവം. നല്ല കളർ ചാർട്ടുകളും ആട്ടോ. അടിപൊളി സംഭവം. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റ് വഴിയാക്കി വെബ്സൈറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. ആ കാര്യം നിങ്ങൾ മറക്കരുതേ. എല്ലാവരും പറയും അവരെ വിളിച്ചിട്ട് കിട്ടണമെന്ന്. വാട്സപ്പ് കോൾ വിളിക്കണം. വൈഫൈയിലാണ് വർക്ക് ചെയ്യണേ. 10 മണി മുതൽ പകൽ 6 മണി വരെ ഉള്ളൂ. അപ്പോൾ മറക്കരുത്, വാട്സപ്പ് കോൾ വിളിക്കുക. ഓൺലൈനിൽ 4 പിള്ളേരുണ്ട്, അല്ലെങ്കിൽ ചാടി വെബ്സൈറ്റിൽ എടുക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ചുരിദാർ സെറ്റ് അപ്പടി വെബ്സൈറ്റിൽ. അപ്പം എല്ലാവർക്കും അറിയാം വെബ്സൈറ്റിൽ പോണത് അപ്പം അറിയാം പെട്ടെന്ന്. കസ്റ്റമറും അത് കണ്ട് വെളുപ്പാകാലത്ത് വന്ന് റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം കിട്ടും, അയച്ചിട്ടുണ്ട് കുറേ കെട്ട്. ഏതാ ഈ ക്ലിക്ക് ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. വന്ന് കഴിയുമ്പോൾ സാധനങ്ങൾ നമ്മൾ കാണണേ. ഇതൊരു ഈ സിൽക്ക് മെറ്റീരിയലിൽ സോഫ്റ്റ് ഒരു സിൽക്ക് മെറ്റീരിയലാട്ടോ. അതിലിങ്ങനെ യോക്കിലിങ്ങനെ വർക്ക്. എന്നിട്ട് ബോട്ടം സ്ലബ് കോട്ടൺ ആട്ടോ. സ്ലബ് സിൽക്കാണ്. സിൽക്ക് ഷൂൾ, ബാത്തിക് പ്രിന്റിൻ്റെ സിൽക്ക് ഷൂൾ. അതിൽ ഇത് മൊഡാൽ ഷോളാട്ടോ. മൊഡാലിൻ്റെ ആ ഷോളും ഇങ്ങനെ നല്ല ജെറി വർക്കുള്ള ഇത്. ടോപ്പ് മൊഡാലല്ല കേട്ടോ. മൊഡാലല്ല, സെമി മൊഡാലല്ല, സെമി സിൽക്കാ. എത്ര? 1399. നല്ല രസമുള്ള സെറ്റാട്ടോ. നമ്മളിതൊന്നും കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് ഇടണേ. അത് കാരണം പെട്ടെന്ന് തീരും. ഷോളിൻ്റെ അരികം എല്ലാം നല്ല രസമുള്ള ഷോൾ. ആ പ്ലെയിൻ മൊഡാല് വന്നപ്പോൾ അതിലുള്ള ഷോൾ തന്നെ. ഇത് അരികത്ത് നല്ലൊരു ജെറി വർക്കുണ്ട്. ഭയങ്കര സോഫ്റ്റ് ഷോൾ. അടിപൊളി സംഭവമാട്ടോ. നല്ലൊരു ഗോൾഡൻ യെല്ലോയിൽ ബാത്തിക് യോക്കി വെച്ചിട്ട് അതിലത്യാവശ്യം ഹാൻഡ് വർക്കും ചെയ്ത് ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട്. 1399 ഉള്ളൂ. നല്ല കളർ കോമ്പിനേഷനാണ്. ഡാർക്ക് കളേഴ്സൊക്കെ ഉണ്ട്. $1399.
ഉണ്ടോ, അടിപൊളി സംഭവം. അപ്പോൾ പെട്ടെന്ന് എടുക്കുക. ഫോട്ടോ എടുത്തോ. ബ്ലാക്കിൽ മെറൂൺ എല്ലാം നല്ലതാട്ടോ കാണുമ്പോൾ. ഇത് സിൽക്ക് ആട്ടോ, സോഫ്റ്റ് ഇങ്ങനെ സിൽക്ക്. ഇത് വന്നത് മൊഡാലെന്ന് പറഞ്ഞാട്ടോ, സെമി മൊഡാലെന്ന് പറഞ്ഞാൽ വന്നേക്കണേ. പക്ഷെ ഇന്നാൾ കാണിച്ചു ഇച്ചിരി സോഫ്റ്റ് ഒരു മൊഡാലായിരുന്നു. ഇച്ചിരി ഒരു സിൽക്ക് കൂടിയ അല്ലേ, വേറെ ഒരു സ്ലബ് സിൽക്ക് പോലെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കണം. ഇച്ചിരി നല്ലതാട്ടോ. മൊഡാലെന്ന് പറഞ്ഞാണ്, സെമി മൊഡാലെന്ന് പറഞ്ഞ ഈ കെട്ട് വന്നേ. ഷോള് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നല്ല രസമുണ്ട്. നമുക്കൊരു അല്ലേ ഫങ്ഷൻ വെയറൊക്കെ സൂപ്പറായിട്ട് ഇടാം. 1399 അല്ലേ വിലയുള്ളൂ. ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട് സിൽക്കിനെ. നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട്, ഒരു ഫങ്ഷൻ ഇടാൻ സൂപ്പറാണ്. 1399. ഷോളയിലാണെങ്കിൽ ചെറിയ വർക്കൊക്കെ വരുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, നല്ലൊരു ക്ലാസ് ലുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. എപ്പോഴും സമ്മാനങ്ങൾ കിട്ടും. ഇപ്പോൾ അതുകൂടാണ്ട് ശമ്പരാൻ അനുഗ്രഹിക്കും. നല്ല കേട്ടോ, എല്ലാത്തിനും കോമ്പിനേഷനൊക്കെ അല്ലേ. ഇതപ്പോൾ പെട്ടെന്ന് എടുത്തു, ചാടി വെബ്സൈറ്റിലെടുത്താൽ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ പിള്ളേരോട് ഓർഡർ കൊടുക്കുക. പെട്ടെന്ന് പൈസ തരണം കേട്ടോ. പൈസ ഇടാൻ താമസിച്ചപ്പോൾ വലിയ പ്രശ്നമാണ്. കസ്റ്റമർ അപ്പോൾ വരും, എന്നിട്ട് അത് അവർ തരുമോ ഇല്ല, അപ്പോൾ നിങ്ങൾ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കപ്പോൾ എടുക്കണ്ടേ മാത്രം മാറ്റി വയ്ക്കാൻ പറയുക. കഴിയുന്നത്ര പെട്ടെന്ന് പൈസ ഇടുവാങ്കിലേ നമുക്കിങ്ങനെ പെട്ടെന്ന് മറിഞ്ഞ് വിറ്റ് പോകണമെന്നേ. മറിച്ച് അതിനെച്ചാൽ ലക്ഷം എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും വീഡിയോ ഇടുമല്ലേ. 1,00,000 രൂപയുടെ എടുത്താലും നമുക്കൊരു വീഡിയോയിലുള്ള സാധനത്തിന് ഇത്രയും രൂപയാകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറിച്ച് കാശ് മറിയണ്ടേ. നമ്മളധികം ക്രെഡിറ്റിന് പോകാറില്ല. അപ്പോൾ ഇത്ര ക്രെഡിറ്റൊക്കെ എടുത്താൽ ഇഷ്ടം പോലെ അത് അപ്പടി നമുക്ക് കൊണ്ടുവരാം. വിറ്റ് ഇത്ര കാശം കൊടുത്തില്ലേ പിന്നെ നമുക്കതൊരു വലിയ ബാധ്യതയൊക്കെ ആവും. ഇത് കണ്ടോ, സിൽക്കി കോട്ടയിലാട്ടോ. ഒരു സിൽക്കി കോട്ടയാണ്, നല്ല ക്രോസ് സ്റ്റിച്ചിൻ്റെ വി നെക്കും, നല്ല രസം. ഷോള് ഫുൾ വർക്ക്, സോഫ്റ്റ് സിൽക്ക് ബോട്ടും. 1199 ആട്ടോ. ആ വിലയ്ക്ക് ഇത് നല്ലതാട്ടോ. വീനക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഫാഷനല്ലേ, നല്ല സൂപ്പർ സംഭവമാണ്. ഇങ്ങനെ കോളറും വീയൂടെ അങ്ങനെ അങ്ങ് അടിച്ചാൽ മതി. നല്ല രസമുള്ളൊരു പാർട്ടിയാണ്. 1199 അല്ലേ. ആകെ വില 1199 ഉള്ളൂ. ഷോളൊക്കെ ഉണ്ട്, അടിപൊളി വർക്കുള്ള ഷോള്. മറ്റേ വശം ഷോളിൻ്റെ സ്കാലപ്പ് ഫുൾ വർക്ക്, സോഫ്റ്റ് സിൽക്ക് ബോട്ടും കേട്ടോ. മറുവശം സ്കാലപ്പും ഉണ്ട്. 1199 ഉള്ളൂ. അടിപൊളി സംഭവങ്ങളാണ്, പെട്ടെന്ന് എടുത്തോ. ബ്ലാക്ക്, $1199 സൂപ്പർ സംഭവമാണ്. ഗ്രാൻഡ് സംഭവമാണ് അത്. സൂപ്പറാണ്. നല്ല കളേഴ്സാണ്. പെട്ടെന്ന് എടുത്തോട്ടോ. ഞാൻ എവിടെയോ പോയ മനസ്സിപ്പോൾ എങ്ങാണ്ട് ഉയർന്നു തൊട്ടേ. ഈ ഞായറാഴ്ച മോശെ YMCA കോളേജിൽ PG വർഗീസ് സാറിൻ്റെ പ്രയറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ PG വർഗീസ് സാറിന് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അല്ലേ. ഇവിടെ വീഡിയോ പിടിച്ച് ഇത്ര സീരിയസ് ആയിട്ടിരുന്ന ഓരോ കളർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനിടയ്ക്ക് ഞാനിങ്ങനെ PG വർഗീസ് സാറിൻ്റെ പ്രയർ ഓർത്തു. സാറ് കടയിൽ വരുമായിരിക്കും. ഇതൊക്കെയാണോ ദൈവം, എനിക്ക് വലിയ ആഗ്രഹം സാറ് കടയിൽ വന്നെങ്കിൽ മതിയാകും. എല്ലാ വർഷവും സാറ് വരുമ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ, കഴിഞ്ഞ വർഷം വന്നില്ല, നമ്മുടെ കടയിലൊക്കെ വരാറുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ സാറ് പ്രാർത്ഥിച്ച്
സാറ് പ്രാർത്ഥിക്കുമ്പോൾ യേശു പെട്ടെന്ന് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പ്രാർത്ഥിച്ചാലും എൻ്റെ ജീവിതത്തിൽ മഹാ അത്ഭുതാട്ടോ. അയ്യോ എൻ്റെ പൊന്നെ ഭയങ്കര അതിശയ. എനിക്കിങ്ങനെ അറിയാൻ പാടില്ല. സാറാ യേശുബ്രാനോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യവും ഭയങ്കര ഓക്കെയാണ്. ഇത് അയ്യോ എന്നാ സോഫ്റ്റ് ഹക്കോബയാന്നേ. ബാക്കും ഫ്രണ്ടും ഒക്കെ ഹക്കോബാട്ടോ. ഭയങ്കര ഒരു സോഫ്റ്റ്. ഇത് കനേയില്ല. നല്ല രസമുള്ള കൂടിയ ഹക്കോബയിലെ യോക്കിൽ ഇങ്ങനെ ഒരു വർക്കും ഉണ്ട്. അടിപൊളി ഷോളും ആട്ടോ. സിൽക്ക് ഷോളും. ഇത് അടിപൊളി. ഒരു വശം സ്കാലപ്പ്, ഈ വശത്ത് സ്കാലപ്പും വർക്കും. ഉള്ളിൽ ഇഷ്ടം പോലെ വർക്കുണ്ട്. സ്ലം സിൽക്കിൻ്റെ ബോട്ടും. 1699 ആട്ടോ. 1699. പക്ഷെ നല്ല സെറ്റാട്ടോ. ഇടാനൊക്കെ ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. വേണമെങ്കിൽ ഇനി ഇട്ടാൽ മതി. അല്ലെങ്കിൽ കോളിക്കട കാറ്റൊക്കെ കയറിക്കോളൂ. ഈ തവണ ഇപ്പോൾ ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ ഈ കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ പാവം എൻ്റെ പൗലോ കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഈ D3 കുറവായ സൂര്യപ്രകാശം അത് ലൈറ്റ് അടിപ്പിക്കുമല്ലോ. കൊച്ചുങ്ങളൊക്കെ കറുത്ത് ഉടച്ചു പോകും. പണ്ടൊക്കെ നമ്മളൊക്കെ ആരെങ്കിലും ലൈറ്റ് അടിക്കണ്ടോ. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ അങ്ങനെയല്ലായിരുന്നോ. സെറ്റും മുണ്ടും സാരിയും വയറൊക്കെ ഇങ്ങനെ ശരീരഭാഗത്തിലൊക്കെ വെയിലടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ഡ്രസ്സ്. സെറ്റും മുണ്ടും പണ്ടത്തെ ഇങ്ങനെ അതൊക്കെ ഡ്രസ്സ്. ഇനി ഭാവിയിൽ നമ്മൾ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടുമ്പോൾ അങ്ങനത്തെയൊക്കെ ആവുമായിരിക്കും. അപ്പോൾ അടിപൊളി മെറ്റീരിയൽ കേട്ടോ. ഞാൻ ലോകാരി അപ്പടി ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലോ അല്ലേ? എനിക്കിതാ തോന്നുന്നു. ലോകാരി അപ്പടിയും ചർച്ച ചെയ്യലേ തോന്നുന്നു. വലിയ ബോധം ഉണ്ടായിട്ടൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ തട്ടിവിടും. ബോധം ഇല്ലാന്ന് പറയുന്നിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിര സുബോധത്തിൻ്റെ ധൈര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവ് വസിക്കും. എനിക്ക് ബോധമുണ്ട് കേട്ടോ. പറഞ്ഞ് ക്യാൻസലാക്കി. ബോധമില്ലെന്ന് പറഞ്ഞ കേട്ടോ ക്യാൻസലാക്കിയത്. പൗഡർ ബ്ലൂ കളർ നല്ല സെറ്റാട്ടോ. നല്ല ഗ്രാൻഡ് സെറ്റുകളാണ്. 1699 അല്ലേ? 1699 ഉള്ളൂ. ലിപ്സ്റ്റിക്ക് ഇടാൻ പോയോ? എനിക്ക് വലിയ ഹൈ മേക്കപ്പിൽ അവിടെ വീഡിയോ കാണിക്കാൻ വന്നിരിക്കണേ. എന്നാൽ വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കണ്ടേ? 1699 വീഡിയോയിൽ തല കാണിച്ചതിൻ്റെ കുഴപ്പം. നല്ലൊരു ഗ്രീൻ കേട്ടോ. നല്ല ഗ്രീൻ. ബാക്ക് ഹക്കോബയെന്ന് നോക്കണം കേട്ടോ. 1699 ഉള്ളൂ. സാധാരണ ഇങ്ങനെ സെറ്റ് കാണിക്കുമ്പോൾ പ്ലെയിൻ ആയിരിക്കും ബാക്ക്. ഇതൊരു സിൽക്കി കോട്ടയുടെ ബോട്ടം, സോഫ്റ്റ് സിൽക്ക് ബോട്ടം. ഇങ്ങനെ പച്ച ബോട്ടം ഉണ്ടെങ്കിൽ ഇതങ്ങ് ലൈനിങ് ഇട്ടാലും മതി. നല്ലൊരു ഷോളിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ? വില അതുപോലെ ഉള്ളൂ കേട്ടോ. നല്ല രസമുള്ള സെറ്റ്. വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. 499 രൂപയേ ഉള്ളൂ. 499 നല്ല സെറ്റാട്ടോ. കാരണം ഇത് ഇടുമ്പോൾ ഭയങ്കര രസമാണ്. സിൽക്കി കോട്ട വിലക്കുറവൊക്കെ ആണെങ്കിൽ ഇടുമ്പോൾ നല്ല രസമാണ്. ഒരു ഡീസൻറ്റ് ലുക്കും ഉണ്ട്. ഷോളിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. വേണമെങ്കിൽ ഷോൾ ഇട്ടാൽ മതി. ഇതില്ലെങ്കിൽ ഇതുകൊണ്ട് ടോപ്പ് അടിക്കാം. 499. അടിപൊളി സെറ്റാണ്. 499 രൂപയല്ലേ ഉള്ളൂ. ടോപ്പിൽ ഇത്ര എംബ്രോയ്ഡറി ഒക്കെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഒരു ടോപ്പ് കൂടി എടുത്തു. വേറെ മോഡലിലേ ഷോൾ ഇട്ടില്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. 499 ഉള്ളൂ. ഇട്ടിട്ട് പോലെ. പിന്നെ രേവതി ഗോൾഡ് സ്കീമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മറക്കരുത്. നമ്മൾ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും സ്വർണ്ണം കുറവെന്ന് പറഞ്ഞാൽ നമുക്കും സ്വർണ്ണം ഏറ്റവും കൂടുതൽ സമ്പാദിക്കണം. അപ്പോൾ അതൊരു അനുഗ്രഹമായി മാറുള്ളൂ. ഒരു ലിക്വിഡ് അസറ്റായിട്ട് മാത്രം അതിനെ കരുതിയാൽ മതി. ഇപ്പോൾ വലിയ ഗമയില്ല. ഞങ്ങൾ സ്വർണ്ണം ഇടില്ല, ഏതാണ്ട് വലിയ ഫാഷനാന്ന് ഓർത്തോണ്ടാണ്.
പണ്ടത്തെ കാലത്ത് ഒരു തടി വിൽക്കുമോ എനിക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ പ്ലാവ് വിറ്റപ്പോഴൊക്കെ വളം മേടിച്ചതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നൊക്കെ ഒരു കാശ് കൈ വരുമ്പോൾ അപ്പം പോയി എന്തെങ്കിലും സ്വർണ്ണം എടുത്ത് വയ്ക്കും. അത് കാരണമാണ് നമ്മളിങ്ങനെ ആ സേവിങ്സൊക്കെ ഉള്ള കാരണം നമ്മൾ പിടിച്ച മക്കളൊക്കെ സൂക്ഷിച്ച് ജീവിക്കണേ. അപ്പോൾ അപ്പം കിട്ടിയാലും നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇച്ചിരിയൊക്കെ സമ്പാദ്യങ്ങളില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും. അങ്ങനെ വരരുത്. അപ്പോൾ ഒരു അസറ്റായിട്ട് കരുതുക. അപ്പോൾ നമ്മുടെ സ്കീമിൽ കൂടുക, ഒരു പ്രാവശ്യം കൂടിയിട്ട് 11 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കൂടണ്ട. പക്ഷെ നിങ്ങൾ പിന്നെ നിരന്തരം കൂടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും യേശുമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.